ഛേ, ഈ ദേവേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? എന്നും രാവിലെ ഒരു വിളി പതിവുള്ളതാണ്, ഇന്ന് അതും കണ്ടില്ലല്ലോ. രാവിലെ മുതൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതാ, കോൾ എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈയുമില്ല. ഇതെന്തു പറ്റി? അവൾ വീണ്ടും ദേവന്റെ നമ്പർ ഡയൽ ചെയ്തു, പക്ഷെ നോ റെസ്പോൺസ്. ദേവേട്ടന് എന്തു പറ്റി? രാവിലെ വിളിച്ചിട്ട് കിട്ടാതെ ഇരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ വല്ല എമർജൻസി ഉണ്ടെന്ന് കരുതി, പക്ഷെ ഇത്രയും നേരമായിട്ടും തിരിച്ചു വിളിക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചതാ, പിന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ ആരെ വിളിക്കും? പെട്ടെന്നാണ് അവൾക്ക് അവിനാശിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ അവൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു, പക്ഷെ കോൾ കണക്റ്റഡ് ആയില്ല. കുറേ പ്രാവശ്യം വിളിച്ചു നോക്കിയെങ്കിലും അവിനാശ് ഫോൺ എടുത്തില്ല. അവൾ വീണ്ടും ദേവൻ്റെ നമ്പറിൽ വിളിച്ചു, അപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഇത്രയും നേരം ബെല്ലടിച്ചുകൊണ്ടിരുന്ന ഫോണാണ്, ഇപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ്. അവിനാശ് ചേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഇവർക്കൊക്കെ എന്ത് പറ്റി? ആർക്കെങ്കിലും ഒന്ന് ഫോൺ എടുത്തുകൂടെ? അച്ഛനും അമ്മയും പോയി കഴിയുമ്പോൾ എന്നോട് വണ്ടി കയറുക എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ അത് ചോദിക്കാൻ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ചോദിക്കാതെ ചെന്നിട്ട് വേണം എന്നെ ചീത്ത പറയാൻ. ഒന്ന് ഫോൺ എടുത്താൽ എന്താ കുഴപ്പം? ദേവട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളെ ചക്കി. ആ അമ്മേ, ഞാൻ ദേ വരുവാ. ഗായത്രി വിളിച്ചതും അവൾ താഴേക്ക് പോയി. എന്തായി മോളെ, ദേവനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ കുറഞ്ഞത് ഒരു 50 പ്രാവശ്യമെങ്കിലും വിളിച്ചു കാണും, എന്നിട്ട് ഫോൺ എടുക്കുന്നുമില്ല, തിരിച്ചു വിളിക്കുന്നുമില്ല. അവൾ കുറച്ചു നേരം പരിഭവത്തോടെ പറഞ്ഞു. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ തിരക്കായിരിക്കും മോളെ, അല്ലാതെ നീ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കാതിരിക്കില്ല. അല്ല, നിനക്ക് വേറെ ആരെയെങ്കിലും വിളിച്ചു നോക്കിക്കൂടെ? ഞാൻ അവിനാശേട്ടനെ വിളിച്ചു നോക്കി, പക്ഷെ അനിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് അവൻ വിളിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഹരിയോട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി നോക്കാൻ പറയാം. ഗായത്രി പറഞ്ഞതും അവൾ തലയാട്ടി. ഇനി അതും പറഞ്ഞിരിക്കാതെ മോള് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിന്റെ കെട്ടിയും വരുമ്പോൾ നിന്നെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയും. ഗായത്രി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ വേണ്ട. ഓ, കെട്ടിയോനെ പറഞ്ഞപ്പോൾ അവൾക്ക് പൊള്ളി. മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്ക്. ഇപ്പോൾ തന്നെ എല്ലും തോലുമായി. അവൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിന്ന് നോക്ക്, അവൻ വലിച്ചു ഭിത്തിയിൽ തേക്കും. അമ്മേ, എൻ്റെ ദേവേട്ടൻ പാവ, അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ, ഞാൻ അവൻ്റെ അമ്മയാ. അവൻ്റെ സ്വഭാവം നിന്നേക്കാൾ നന്നായി എനിക്കറിയാം. നീ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമെന്നും അതുകൊണ്ട് നിന്നെ പിടിച്ചിരുത്തി തിരിച്ചോണെന്നും പറഞ്ഞിട്ട് അവൻ പോയത്. ഇന്നലെ വിളിച്ചപ്പോഴും അവനോട് ചോദിച്ചതും അതാ. ആഹാ, അപ്പം അത് കൊള്ളാലോ. എൻ്റെ അമ്മയെ, നിങ്ങൾ അമ്മയും മകനും കൂടി എന്നെ തിരിച്ചു ഒരു പരുവത്തിലാക്കുമല്ലോ. ചിലപ്പോൾ അതും വേണ്ടി വരും. നീ കഴിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ. ദോശ വെച്ചിട്ട് എത്ര നേരമായി, അതും വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വേഗം കഴിക്കാൻ നോക്ക്. ഗായത്രി അവളുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അവിനാശ്, താനൊരു ഡോക്ടറല്ലേ, എല്ലാം അതിൻ്റെതായ സ്പിരിറ്റിൽ കാണാൻ ശ്രമിക്ക്. താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവൻ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. ഞാൻ ഇതുവരെ അവൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചു പറയാമെന്ന് കരുതി. അതേതായാലും നന്നായി. വെറുതെ അവരെ കൂടി ടെൻഷനാക്കണ്ട. ഈ ചക്കി ആരാ? ദേവൻ ഉറക്കത്തിൽ വിളിക്കുന്നത് കേട്ടു. ചക്കി, അതവൻ്റെ വൈഫാണ് ശിഖ. ചക്കി എന്ന എല്ലാവരും വിളിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അവൾ അവനെ വിളിക്കുന്നുണ്ട്. എന്തു പറയുമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. എന്നെയും വിളിച്ചു കുറേ തവണ. താൻ എന്തായാലും അയാളുടെ വീട്ടിൽ വിവരം അറിയിക്കേ. ദേവന് വൈഫിനെ കാണണമെന്നുണ്ട്. ഓക്കെ, ഞാൻ റൂമിലുണ്ടാകും. എന്തെങ്കിലും ഉണ്ടാകിൽ വിളിച്ചാൽ മതി. ഡോക്ടർ പോയതും അവിനാശ് ഐസിയുവിൽ കയറി ദേവനെ കണ്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ നേരെ മുറിയിലേക്ക് പോയി. വീണ്ടും ദേവനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ തോന്നിയതും അവൾ വായും പൊത്തി ബാത്റൂമിലേക്ക് ഓടി. കഴിച്ചത് മുഴുവൻ അവൾ ഛർദ്ദിച്ചു കളഞ്ഞു. മുഖവും വായും ഒക്കെ കഴുകി അവൾ ബെഡിൽ ചെന്നിരുന്നു. അവളുടെ നോട്ടം ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലേക്ക് പോയി. അവൾ അറിയാതെ തന്നെ അവളുടെ കൈ വയറിൽ പിടുത്തമിട്ടു. വേഗം തന്നെ അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് മേശവലിപ്പിൽ ഉണ്ടായിരുന്ന പ്രഗ്നൻസി കിറ്റുമായി ബാത്റൂമിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞതും പ്രഗ്നൻസി കിറ്റിൽ 2 ചുവപ്പ് ലൈൻ കണ്ടതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കത് എത്രയും പെട്ടെന്ന് ദേവനെ അറിയിക്കണമെന്ന് തോന്നി. ബാത്റൂമിൽ നിന്നിറങ്ങി അവൾ വീണ്ടും ദേവനെ വിളിച്ചു. പക്ഷെ സ്വിച്ച് ഓഫ് തന്നെ. അവിനാശിനെ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്തെന്ന് പറഞ്ഞു. ഈ കാര്യം ആദ്യം ദേവനോട് പറയണമെന്നുള്ളത് കൊണ്ട് അവൾ അത് ആരോടും പറഞ്ഞില്ല. വല്ലാത്ത ക്ഷീണവും തളർച്ചയും തോന്നിയത് കൊണ്ട് അവൾ കുറച്ചു നേരം കിടന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. ഗായത്രി, ചക്കിമോൾ എവിടെ? പുറത്തുനിന്ന് വന്നതും മാധവ് ചോദിച്ചു. മോള് മുറിയിലുണ്ട്. ദേവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുക. ഞാൻ കുറേ തവണ വിളിച്ചതുകൊണ്ട് വന്നു 2 ദോശ കഴിച്ചു. ഈ ചെക്കനൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ? രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അവൾ വിളിക്കുന്നതാ. നീ ഒരു കാര്യം ചെയ്, പോയി വേഗം റെഡിയാവ്. അത്യാവശ്യം വേണ്ട ഡ്രസ്സും മറ്റും എടുത്തോ. എവിടെ പോകാനാ മാധവേട്ടാ? അതൊക്കെ ഞാൻ പറയാം. നീ വേഗം റെഡിയാവാൻ നോക്ക്. ഞാൻ ആ രാജീവിനെ വിളിച്ചിട്ടുണ്ട്. അവൻ കാറുമായി ഇപ്പോൾ വരും. നീ ചെന്ന് റെഡിയാവ്. ഞാൻ ചക്കിമോളോടൊന്ന് പറയട്ടെ.
മാധവൻ അത് പറഞ്ഞ് മുകളിലേക്ക് പോയി. ഗായത്രി വേഗം തന്നെ റെഡിയാവാൻ തുടങ്ങി. മാധവൻ മുറിയിൽ ചെന്നപ്പോൾ കാണുന്നത് ദേവന്റെ ഷർട്ടും മുറുകെ പിടിച്ച് കിടന്നുറങ്ങുന്നവളെയാണ്. അത് കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ദേവി, ഈ കുട്ടിയോട് ഞാനിത് എങ്ങനെ പറയും? അവൻ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ പറയണ്ട. അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇത്രയും നേരം ബഹളമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒന്നും പറയണ്ട, അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി. അതാവുമ്പോൾ ദേവൻ തന്നെ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ. മാധവൻ മനസ്സിൽ പറഞ്ഞു. മോളെ. മാധവൻ അവളുടെ തലയെ തലോടിക്കൊണ്ട് വിളിച്ചു. എന്ത് പറ്റി അച്ഛൻ്റെ കുട്ടിക്ക്? എന്താ ഈ നേരത്തെ ഒരു ഉറക്കം? അത് എനിക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ട് കിടന്നതാ, അവൾ ഹെഡ് ബോർഡിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു. ദേവന് വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണോ ഈ തലവേദന? അച്ഛനും എന്നെ കളിയാക്കുവാണോ? അച്ഛനും അമ്മയും ഒക്കെ കണക്കാ, അവൾ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു. അച്ചോടാ, എൻ്റെ മോള് പിണങ്ങിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ദേവേട്ടൻ അങ്ങനെ അച്ഛനെ വിളിച്ചോ? ഞാൻ കുറേ വിളിച്ചു, കിട്ടുന്നില്ല. മോളെ, നീ പെട്ടെന്ന് റെഡിയാവ്, അത്യാവശ്യം വേണ്ട ഡ്രസ്സും എടുത്തോ, അയാൾ പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? അതൊക്കെ അച്ഛൻ പറയാം. മോളിപ്പോൾ വേഗം റെഡിയാവാൻ നോക്ക്. അമ്മ ഇപ്പോൾ റെഡിയായി കാണും. മോള് വേഗം റെഡിയായി താഴേക്ക് വാ, കാർ ഇപ്പോൾ വരും. മാധവൻ അതും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. അവൾ വേഗം തന്നെ ബാഗ് എടുത്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് മാറാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് പോയി. നിനക്കൊന്നും നാണമില്ലേ? ഒരു പണി ഏൽപ്പിച്ചിട്ട് അതുപോലും മര്യാദക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ഏൽക്കാൻ പോയത്? അർജുൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അത് സാർ, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആയിരുന്നു. എന്നിട്ട് പിന്നെ എന്താടാ പറ്റിയത്? അത് സാർ, ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ചായിരുന്നു ഞങ്ങൾ അവൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത്. പക്ഷെ പെട്ടെന്ന് അതുവഴി വേറെ ഒരു കാർ വന്നു. അതിൽ 3-4 പേരുണ്ടായിരുന്നു. അവരെ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കാതെ പോകുന്നത്. പക്ഷെ ഇടിച്ച ഇടിയിൽ ആൾ തീർന്നു കാണണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ ഇതിനോടകം അത് അറിയാൻ കഴിഞ്ഞേനെ. അപ്പോൾ അവൻ ഇപ്പോഴും ജീവനോടുണ്ടെന്നർത്ഥം. അർജുൻ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എടാ, നീ അവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ അർജുൻ, ഞാൻ ഇന്ന് തന്നെ പോകാം. രാഹുൽ അതും പറഞ്ഞു വേഗം തന്നെ പുറത്തേക്ക് പോയി. ശിഖ, നീ എനിക്കുള്ളതാണ്. അതിന് തടസ്സം ആ ദേവനാണെങ്കിൽ അവനെ ഞാൻ ഇല്ലാതാക്കും. ഇത് എന്ത് തന്നെ സംഭവിച്ചാൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും. അർജുൻ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.